നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിജാബ് വിഷയത്തിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തലത്തിൽ സമവായമുണ്ടെങ്കിൽ നല്ലതെന്നും സമവായമുണ്ടെങ്കിൽ അത് അവിടെ തീരട്ടെ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൂടാതെ മാനേജ്മെന്റിനോട് വിശദീകരണം ചോദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും രക്ഷിതാവ് പഴയ സ്റ്റാൻഡിൽ നിന്നും മാറിയിട്ടുണ്ടെന്നും രക്ഷിതാവിന് ഇപ്പോൾ പ്രശ്നമില്ലെന്ന് പറഞ്ഞ മന്ത്രി ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ലെന്നും തുറന്നടിച്ചു. CPIM-നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വീണ്ടും മുതിർന്ന നേതാവ് ജി സുധാകരൻ രംഗത്ത്. മൂന്നാം പിണറായി സർക്കാർ വരണമെങ്കിൽ ഭൂരിപക്ഷം വേണ്ടേ എന്ന ചോദ്യവുമായാണ് അദ്ദേഹം രംഗത്തെത്തിയത്. വരുന്ന ഇലക്ഷന് അമ്പലപ്പുഴയിൽ പാർട്ടി എങ്ങനെ ജയിക്കാനാണെന്നും AK ബാലൻ വന്ന് പ്രചാരണം നടത്തുമോ എന്നുമാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് പടക്കം പൊട്ടിച്ച് ടീ പാർട്ടി നടത്തിയവരിൽ മന്ത്രി സജി ചെറിയാനും ഉണ്ടെന്നുമുള്ള തുറന്നു പറച്ചിലും സജി ചെറിയാൻ സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നും താക്കീതും നേതൃത്വത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വടകര പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ വടകര MP ഷാഫി പറമ്പിലിനെതിരെ DYFI നേതാവ് സജീഷ് രംഗത്ത്. ഷാഫി പേരാമ്പ്രയിൽ കലാപത്തിന് ശ്രമിച്ചെന്നാണ് SK സജീഷിന്റെ ആരോപണം. മറുഭാഗത്ത് ആളില്ലെന്ന് കണ്ടതോടെ പോലീസിനെ ആക്രമിച്ചെന്നും ജീവഹാനി അടക്കം ലക്ഷ്യം വെച്ചെന്നുമുള്ള ഗുരുതര ആരോപണമാണ് MPക്കെതിരെ SK സജീഷ് ഉന്നയിച്ചിരിക്കുന്നത്. ഇടുക്കിയിലെ വണ്ണപ്പുറത്ത് പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി BJP നേതാവ് രംഗത്ത്. പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലിയിട്ടുണ്ടെന്നും ഇനിയും തല്ലുമെന്നും മുട്ടുകാല് തല്ലിയൊടിക്കുമെന്നുമാണ് വണ്ണപ്പുറം മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷിന്റെ ഭീഷണി പ്രസ്താവന. മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷിന്റെ ഭീഷണി പ്രസംഗം: അനാവശ്യമായി ഞങ്ങളുടെ പ്രവർത്തകരുടെ നേരെ വന്നാൽ മുട്ടുകാൽ തല്ലിയൊടിക്കുമെന്നും TIയുടെ ഓഫീസിൽ കയറി കസേര കൊണ്ട് തല്ലിയിട്ടുണ്ടെന്നും അത് പഴയ SIയോട് ചോദിച്ചാൽ അറിയാമെന്നും ഭീഷണിപ്പെടുത്തിയത് കൂടാതെ മര്യാദകേട് കാണിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ കയറി തല്ലുമെന്നാണ് കാളിയാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ നേതാവിന്റെ പ്രസംഗം. സംസ്ഥാനത്ത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തുലാവർഷം ആരംഭിക്കാൻ സാധ്യത. 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം പൂർണ്ണമായും പിൻവാങ്ങും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.